പ്രിയമുള്ളവരെ, 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹം നടന്നത്. സ്വാഭാവികമായും കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരുൾപ്പെടുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ നിര മുഴുവനായി തന്നെ ആ വിവാഹത്തിൽ സന്നിഹിതരായിരുന്നു. ഒപ്പം സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLAയും എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ആ വിവാഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിവാഹവേദിയിൽ എത്തുമ്പോൾ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ചില സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം മുഷീദ ഭീമാപ്പള്ളി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സൈബർ പോരാളി, അവർ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് ചേർത്തു പിടിക്കുന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്തു പിടിക്കുന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നാണ്. കാരണം യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം ഏറെ പ്രതിരോധത്തിലായിരുന്ന UDFൻ്റെ യുവനിരയെ സമരരംഗത്തേക്ക് സജ്ജമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് യൂത്ത് ലീഗ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും അദ്ദേഹത്തോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സൈബർ പോരാളി എന്ന രീതിയിൽ, യൂത്ത് ലീഗിൻ്റെ സൈബർ പോരാളി എന്ന രീതിയിൽ മുഷീദ ഭീമാപ്പള്ളി ആ ചിത്രം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവർ കൊടുത്ത അടിക്കുറിപ്പ് ചേർത്തു പിടിക്കുന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നാണ്. ഒരു പക്ഷേ ലീഗുകാരി എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ആ പോസ്റ്റ്. പക്ഷേ അതിന് വന്ന ചില കമൻറ്റുകൾ, ഒപ്പം അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്തു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ചില കമൻറ്റുകൾ, അത് മലയാളികളുടെ സാംസ്കാരിക ബോധത്തെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു. മിക്കപ്പോഴും അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ചേർത്തു പിടിക്കുന്നതിനെ വ്യംഗ്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ചില കമൻറ്റുകൾ വന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേൽ നേരത്തെ ആരോപിച്ച ചില ലൈംഗിക അപവാദങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു. ഈ മുഷീദ ഭീമാപ്പള്ളി എന്ന ആ സൈബർ വനിതാ പ്രവർത്തകയുടെ വാളിലും ഇത്തരം ചില കമൻറ്റുകളുമായി വന്നു നിറയുന്നത് കണ്ടു. വളരെ നിരാശാജനകമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അത് കോടതിയുടെ പരിഗണനയിലാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായി ബന്ധമുള്ള ആളുകൾ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകളൊക്കെ വിവാഹത്തിന് ക്ഷണിക്കും, കുടുംബത്തിൽ വിവാഹത്തിന് ക്ഷണിക്കും. അതൊക്കെ ഇത്തരം ഒരു അപവാദത്തിൻ്റെ ഒരു മുൾമുനയിൽ നിർത്തേണ്ട കാര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ വ്യാഖ്യാനിക്കേണ്ടത് കോടതിയാണ്. ഇനി രണ്ട് കൈ കൊട്ടിയാലേ ശബ്ദമുണ്ടാകൂ എന്ന് പറയുന്നത് പോലെ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പ്രതി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയെങ്കിലും പീഡിപ്പിച്ചുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പ്രതി. അതിൽ ആരോപിക്കപ്പെടുന്ന മറുസൈഡിൽ നിൽക്കുന്ന ആളുകളൊക്കെയും വിവാഹിതരായിരുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ ഇത്ര വലിയ ഒരു വിദ്വേഷമുണ്ടാകുന്നുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തമായ സംസാര രീതിയും എതിരാളികളെ ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളുമൊക്കെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കുവാൻ പോലും കഴിയാതെ TV ചർച്ചകളിൽ, സോഷ്യൽ മീഡിയ ചർച്ചകളിലും ദൃശ്യമാധ്യമ ചർച്ചകളിലുമൊക്കെ രാഷ്ട്രീയ എതിരാളികൾ, DYFയുടെ ആയാലും യുവമോർച്ചയുടെയും ഒക്കെ രാഷ്ട്രീയ എതിരാളികൾ വിറങ്ങലിച്ചു വീഴുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇത്രയേറെ വിദ്വേഷവും വെറുപ്പും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം. രാഷ്ട്രീയമാണ് ഇവിടെ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അത് കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എവിടെയെങ്കിലും കല്യാണത്തിൽ വിളിക്കുന്നതിനോ അദ്ദേഹം ആ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും ഭരണഘടനാപരമായോ അല്ലെങ്കിൽ നിയമപരമായോ യാതൊരു തടസ്സവുമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അബ്ബാസ് അലി ശിഹാബ് തങ്ങളെയും അതുപോലെ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന കുടുംബത്തെയും നമുക്കറിയാം. സൂഫി പാരമ്പര്യമുള്ള കുടുംബമാണ്, ചേർത്തു പിടിക്കുന്ന കുടുംബമാണ്. അവർ ആ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന് ക്ഷണിച്ചു. അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ആരോപണങ്ങളൊക്കെയും തെളിയിക്കപ്പെടേണ്ടതാണ്. ഈ ആരോപണങ്ങളൊക്കെയും വ്യർത്ഥമായിരുന്നു അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണ് തെളിഞ്ഞാൽ അഗ്നിശുദ്ധിയോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും തിളങ്ങി ക്ഷോഭിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം അത്രത്തോളം കഴിവുള്ള ആളാണ്. കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് അവതരിപ്പിക്കുവാൻ കഴിവുള്ള ആളാണ്. ഇനി ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇത്തരം ആരോപണങ്ങൾ ഇല്ലാത്ത ഏത് രാഷ്ട്രീയ നേതാവാണ് ലോക ചരിത്രത്തിലുണ്ടായിട്ടുള്ളത്? കാറൽ മാർക്സിനെതിരെ പോലും ഇത്തരം ആരോപണങ്ങൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെയും ആരോപണങ്ങളല്ല, ചില അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില
എഴുത്തുകുത്തുകളിലും കഥകളിലുമൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില അവിഹിത കഥകളൊക്കെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെയും ഒരു വ്യക്തിത്വത്തെ അതല്ലെങ്കിൽ അതിൻ്റെ കഴിവുകളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഘടകങ്ങളല്ല. മനുഷ്യരാണ്, തെറ്റുകൾ പറ്റിയേക്കാം. തെറ്റുകൾ പറ്റി കർമ്മപഥത്തിലേക്ക് തിരികെ എത്തുവാനുള്ള ആത്മധൈര്യവും കഴിവും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമയോടെ സഹിക്കുവാനുള്ള കരുത്തും മലയാളികൾക്കുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യമായി എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി ഒരുപാട് സംഭാവന നൽകുവാൻ കഴിയുന്ന ഒരു യുദ്ധമായിരുന്നു. പ്രത്യേകിച്ചും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അദ്ദേഹം ഈ അപവാദത്തിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ, കാരണം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ട് പാർട്ടി അധികാരത്തിൽ വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ മന്ത്രിമാരാക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മന്ത്രിയാകേണ്ട ഒരാളായിരുന്നു അദ്ദേഹം. ആ ഇലക്ഷൻ അടുത്ത സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേരുള്ള ആരോപണങ്ങൾ അത് പെട്ടെന്ന് പൊട്ടിമുളയ്ക്കണമെങ്കിൽ, കാരണം ആദ്യം ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു പിന്നീട് അത് കെട്ടടങ്ങിയതാണ്. ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഇത്തരം ആരോപണങ്ങളൊക്കെ വീണ്ടും പൊട്ടിപ്പുറപ്പെടണമെങ്കിൽ അതിന് പിന്നിലൊക്കെ ആസൂത്രിതമായ കളികളുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം. ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച തടയുവാൻ ശ്രമിക്കുന്ന സ്വന്തം പാർട്ടിയിലുള്ള ആളുകളായിരിക്കാം എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കഴിവുകളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുമൊന്നും മലയാളികൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അനുകൂലമായി ചിലപ്പോഴൊക്കെ പ്രതികരിക്കുമ്പോൾ കിട്ടുന്ന വലിയ ഒരു പിന്തുണ. അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തെറ്റുതിരുത്തൽ അത് സ്വാഭാവികമാണ്. അലക്സാണ്ടർ പോപ്പ് പറയുന്നത് പോലെ തെറ്റ് മനുഷ്യ സഹജമാണ്, ക്ഷമ ദൈവീകമാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കർമ്മപഥത്തിലേക്ക് വരുവാനുള്ള കഴിവും അതിനുള്ള ആർജവുമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, അദ്ദേഹത്തെ വിവാഹത്തിന് ക്ഷണിച്ചു എന്നത് വലിയ കുറ്റമല്ല, വലിയ അപരാധമല്ല. അവരും തമ്മിൽ വലിയ ആത്മബന്ധമാണുള്ളത്. അബ്ബാസ് അലി ശിഹാബ് തങ്ങളാകട്ടെ, പാണക്കാട് ഫാമിലി ആകട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ആയിട്ട് വലിയ ആത്മബന്ധമാണുള്ളത്. അവരുടെ ആത്മബന്ധത്തിലൂന്നി കുടുംബത്തിൽ നടക്കുന്ന ഒരു മംഗളകാര്യത്തിൽ വിളിച്ചു എന്നതിൻ്റെ പേരിൽ ആ കുടുംബത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ വളരെ മ്ലേച്ഛമായ കമൻറ്റുകൾ കൊണ്ട് അധിക്ഷേപിക്കുന്നത് ഒട്ടും ഉചിതമല്ല. രാഷ്ട്രീയമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അത് നമ്മുടെ സംസ്കാരത്തെ ഹനിക്കുന്ന രീതിയിലേക്ക് കമൻറ്റുകളിലേക്ക് പോകുന്നത് അത് ഉചിതമായ ഒരു നടപടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെയും അബ്ബാസ് അലി ശിഹാബ് തങ്ങളെയും മാത്രമല്ല, അത് ഷെയർ ചെയ്ത ചില യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും വനിതാ നേതാക്കന്മാർക്കെതിരെ പോലും മ്ലേച്ഛമായ രീതിയിൽ ചില കമൻറ്റുകൾ ഞാൻ കണ്ടു എന്നതാണ് ഏറെ ദുഃഖകരം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, അയാൾ കേരളത്തിൻ്റെ വാഗ്ദാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ വാക് സാമർത്ഥ്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ നിഷ്പ്രഭരായി പോകുന്നു എന്നതാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവും. പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റേതായ ചില അപക്വതയുണ്ടാകാം, ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. പക്ഷേ പ്രായത്തിൻ്റേതായ ചില അപക്വത, നമ്മുടെ നാട്ടുകളിലൊക്കെ ചില ചെറുപ്പക്കാർ ഇത്തരം സമയങ്ങളിൽ ഈ ചെറിയ പ്രായത്തിലൊക്കെ ഇത്തരം അബദ്ധങ്ങളിൽ ചെന്നുപെടുക സ്വാഭാവികമാണ്. അതുപോലുള്ള ചില അബദ്ധങ്ങൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടാകാം. അത് തിരുത്തി അദ്ദേഹം കർമ്മപഥത്തിലേക്ക് വീണ്ടും സജീവമാകും എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തൽക്കാലം ഈ വീഡിയോയുമായിട്ട് വാങ്ങണം. പക്ഷേ വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.